നമസ്കാരം സുഹൃത്തുക്കളെ, കലാഗ്രഹത്തിലെ അനുസ്മരണ ചടങ്ങുകൾക്ക് ശേഷം ഞാനിപ്പോൾ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. ഒരുപാട് സങ്കടം തോന്നുന്നു. കാരണം ഒരു കാലത്ത് ഈ ഒരു വീട്ടിലും പരിസരങ്ങളിലും ഒക്കെ ഒരുപാട് ആൾക്കാർ മണിച്ചേട്ടനെ കാണാൻ വേണ്ടി ഇങ്ങനെ വന്നിട്ടുള്ളൊരു സ്ഥലമാണിത്. നമ്മൾ പല വീഡിയോസിലൊക്കെ മുമ്പ് കണ്ടിട്ടുള്ളൊരു കാഴ്ചയാണ്. മണിച്ചേട്ടൻ ഇവിടെ ഉള്ളപ്പോൾ ഒരുപാട് ആൾക്കാരാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടെ അന്ന് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് മണിച്ചേട്ടൻ്റെ ഫാൻസ് എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റും. കലാഭവൻ മണി എന്ന വ്യക്തിക്ക് ഒരിക്കലും ഫാൻസ് ഇല്ലായിരുന്നു. അദ്ദേഹം എല്ലാവരെയും സഹോദരങ്ങളായിട്ടാണ്, അതുപോലെ നമ്മൾക്കാണേലും അദ്ദേഹത്തെ ഒരു സഹോദരനായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മളുടെ ഒരു ജ്യേഷ്ഠ സഹോദരൻ അല്ലെങ്കിൽ ഒരു അനിയൻ എന്നുള്ള രീതിയിലാണ് എല്ലാ ആൾക്കാരും അദ്ദേഹത്തെ കണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ വളരെ സങ്കടം തോന്നുന്നു. കാരണം അദ്ദേഹം ഇല്ലാത്തൊരു വീട് ഇപ്പോൾ 9 വർഷമായിരിക്കുന്നു. ഇതൊരു വല്ലാത്തൊരു ദുഃഖം തന്നെയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. യൂട്യൂബിൽ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന വീഡിയോസൊക്കെ ഒരുപാട് ഞാൻ കാണാറുണ്ട്. അതൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുമ്പോഴാണ് ഒരുപാട് സങ്കടം തോന്നുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. ഇവിടെ താമസമില്ലെങ്കിൽ കൂടെ വീടും അതുപോലെ പരിസരങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകാം. ഇവിടെയാണ് മണിച്ചേട്ടൻ അന്തി ഉറങ്ങുന്നത്. 9 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ അന്തി ഉറങ്ങുന്നു. സ്ഥിരമായിട്ട് കാണുന്ന ഒരുപാട് മുഖങ്ങളെ ഞാൻ ഇവിടെ കണ്ടു. അവരൊക്കെ സ്ഥിരമായിട്ട് വരുന്നവരാണ്. എല്ലാ വർഷവും കണ്ട് ഇപ്പോൾ മുഖം നല്ല പരിചയമായി. എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പുതുക്കുന്നു. നമുക്കിവിടുത്തെ ഈ ഒരു ചടങ്ങുകളൊക്കെ കാണാം. അതിനുശേഷം നമ്മൾ പാടിയിലേക്ക് പോകുന്നുണ്ട്. വീട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നായിരുന്നു പാടി. അവിടുത്തെ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഞാൻ കാണാൻ സാധിച്ചത്, ഒരു അമ്മച്ചി, എനിക്ക് തോന്നുന്നു ഈ ഒരു അമ്മച്ചിക്ക് ഒരു 85 വയസ്സ് എങ്കിലും ഏറ്റവും കുറയാതെ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അമ്മച്ചി ഒരു വീൽ ചെയറിൽ ഇവിടെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രായമായവർക്കും കൊച്ചു കുട്ടികൾക്കും പോലും കലാഭവൻ മണി എന്ന വ്യക്തി എത്രമാത്രം മനസ്സിൽ ഇടം നേടിയിട്ടുള്ള ഒരാൾ ആണെന്നുള്ളതാണ്. വളരെ സന്തോഷം തോന്നി. ഈ ഒരു പ്രായത്തിൻ്റെതായ അവശതയിൽ പോലും വീൽ ചെയറിൽ വന്ന് മണിച്ചേട്ടനെ ഒരു നോക്ക് കാണുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന ആ അമ്മച്ചിക്കൊരു ബിഗ് സല്യൂട്ട്. അന്നത്തിനായി ഞാൻ കല്ലുപാണിയുമ്പോ സംഗീനാകത്തോരെ നീറ്റലാ ദൈവമേ, താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ. താരങ്ങളെന്തോരം മണ്ണിലുണ്ടെങ്കിലും ചാലക്കൂടിക്കാരൻ ചങ്കിലാണേ. കാണാൻ കാറുപ്പാണേ, കാര്യം ഉറപ്പാണേ, കണ്ണീരും നോവായേ പാടിയ പാട്ടോള്. എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ വേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മഴയത്തും വെയിലത്തും പോകരുതേ നീ, നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ
ഞാൻ കൂടെ നടന്നപ്പോൾ നീ തന്ന കുഞ്ഞു നുറുങ്ങുവെട്ടം മിന്നാമിനും മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമ്മളിൽ എക്കാലവും ഉണ്ടാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഇതാണ് മണിച്ചേട്ടൻ ഉപയോഗിച്ചിരുന്ന ബൈക്ക് കേട്ടോ. അദ്ദേഹം ഇവിടെ ഉള്ളപ്പോൾ ഈ നാട്ടിൻപുറത്തൊക്കെ സഞ്ചരിച്ചിരുന്നത് ഈ ബൈക്കിലാണ്. അദ്ദേഹത്തിൻ്റേതെന്ന് പറയാൻ കഴിയുന്ന ഈ ഒരു വാഹനം മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. ഒരുപാട് വാഹനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കുറേ വാഹനങ്ങൾ 2018 വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം വന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെതെന്ന് പറയാവുന്ന ഈ ബൈക്ക് മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും ഈ ഒരു ബൈക്ക് ഇങ്ങനെ സംരക്ഷിക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു. മണിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇതുവരെയും വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്ന ഈ ഒരു സ്മൃതി മണ്ഡപം അല്ലെങ്കിൽ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം മരിച്ച സമയത്ത് 2016 ചാലക്കുടി കണ്ടിട്ടില്ലാത്ത ഒരു ജനസാഗരമായിരുന്നു അന്ന് ഈ ഒരു വീട്ടിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പാടിയിലേക്കാണ്. അപ്പോൾ പാടിയിൽ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അങ്ങനെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ പാടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാടി എന്ന് പറയുന്നത് മണിച്ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ പണ്ട് ജോലി ചെയ്തിരുന്നു. ആ ജോലി ചെയ്തിരുന്ന സ്ഥലം മണിച്ചേട്ടൻ സിനിമയിലേക്കൊക്കെ എത്തിയതിന് ശേഷം ഇത് വാങ്ങിക്കുകയായിരുന്നു. നല്ല തണുപ്പ്, നല്ല തണൽ, അദ്ദേഹത്തിൻ്റെ മരിക്കാത്ത ഓർമ്മകൾ നമുക്കിവിടെ വരുമ്പോൾ അനുഭവിക്കാൻ സാധിക്കും. ആണ് മണിച്ചേട്ടൻ്റെ ഔട്ട് ഹൗസ്. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നു എന്നേ ഉള്ളൂ. കാരണം 2018 പ്രളയം തൊട്ടുപുറകിൽ കണ്ടോ, ഇത് ചാലക്കുടി പുഴയാണ്. 2018 പ്രളയത്തിൽ ചാലക്കുടിയിലും അതുപോലെ തന്നെ ഈ പാടിയിലും ഒക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ അന്നുണ്ടായി. ഈ പാടിയൊക്കെ അന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു. അന്ന് ഈ ഔട്ട് ഹൗസും എല്ലാം വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നു. അന്ന് ഇത് ഒരുപാട് നശിച്ചു. ആ സമയത്ത് കുറച്ചുകൂടിയൊക്കെ ഒരു നല്ല ഇതിലായിരുന്നു മുമ്പ് ഞാൻ വന്നപ്പോൾ കണ്ടിരുന്നത്. അതായത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ മുമ്പുള്ള സമയങ്ങളിൽ ഞാൻ അതിൻ്റെ ശേഷം പലതവണ അദ്ദേഹത്തിൻ്റെ ചരമവാർഷിക ദിനത്തിൽ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മരിച്ചതിൻ്റെയൊക്കെ പിറ്റേ വർഷമൊക്കെ വന്നപ്പം ഈ ഒരു പാടിയും അതുപോലെ ഈ ഔട്ട് ഹൗസും ഒക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഈ ഒരു അവസ്ഥയായത്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ബെഡ്റൂം. ഇവിടെ കിടന്നാണ് അദ്ദേഹം രാത്രി ചോര ഛർദ്ദിക്കുന്നതും ഡോക്ടർ വരുന്നതും എല്ലാം ഇവിടെയാണ് വന്നത്. ഓക്കെ, ഇതാണ് അദ്ദേഹത്തിൻ്റെ അടുക്കള. ഇവിടെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. പഴയ TV ഒക്കെ കിടക്കുന്നുണ്ടോ, അദ്ദേഹത്തിൻ്റെ TV ആയിരുന്നു. അങ്ങനെ ഒരു ചെറിയ അടുക്കളയും അത്യാവശ്യം ചെറിയ പാചകങ്ങളൊക്കെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം ജീർണിച്ച അവസ്ഥയിലാണ്. ഇതാണ് ഔട്ട് ഹൗസ്. ഈ മരണസമയത്ത് അദ്ദേഹം അന്ന് രാത്രിയിൽ ഇവിടെ നമ്മുടെ സിനിമാ നടൻ സാബു, അതുപോലെ തന്നെ ജാഫർ ഇടുക്കി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിലാണ് പെട്ടെന്ന് ഇങ്ങനെ ബ്ലഡ് അദ്ദേഹം ഛർദ്ദിക്കുകയും പെട്ടെന്ന് അദ്ദേഹത്തെ അമൃത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്. പിറ്റേ ദിവസം രാവിലെയാണെന്ന് തോന്നുന്നു അദ്ദേഹം മരിച്ചത്. ഇവിടുന്നാണ് അന്ന് രാത്രി കൊണ്ടുപോയത്. അന്ന് 2016 മാർച്ച് 6. അദ്ദേഹം മരിച്ചെങ്കിലും നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങിൽ ഒരു നടൻ സംസാരിച്ചതുപോലെ
നമ്മളെന്നും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഒരിക്കലെങ്കിലും നമ്മൾ കേൾക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രം എവിടെയെങ്കിലും വെച്ച് നമ്മൾ കാണും. ടി വി കൂടെ ആയാലും അല്ലെങ്കിൽ പുറത്തൊക്കെ പോകുമ്പോഴും നമ്മളത് കാണും. അങ്ങനെ ഓർമ്മകൾ എപ്പോഴും നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. മണിച്ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ചാലക്കുടി ഒരു ഉറങ്ങിപ്പോയ അവസ്ഥയിലാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് എല്ലാം ഏറ്റെടുത്ത് നടത്തി. ഉത്സവങ്ങളും പെരുന്നാളുകളും എന്നുവേണ്ട ഇവിടുത്തെ ഓരോ കാര്യങ്ങളിലും ഇടപെട്ട് സാംസ്കാരിക പരിപാടികളായാലും എന്ത് പരിപാടികളായാലും ശ്രീ കലാഭവൻ മണി എന്നൊരു വ്യക്തിയെ ഉൾപ്പെടുത്താത്ത ഒരു പരിപാടി പോലും ചാലക്കുടിയിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കലാഭവൻ മണി ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും അതുപോലെ അദ്ദേഹം അണിഞ്ഞിരുന്ന ആഭരണങ്ങളും അതുപോലെ കണ്ണാടിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാടിയിൽ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ കയ്യിലൊരു വളയൊക്കെ സ്ഥിരമായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ഇത് കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ഈ ഒരു പാടിയെക്കുറിച്ച് പറയാനാണെങ്കിൽ, ഇതറിയാൻ മേലാത്തവർക്കായി പറയുകയാണ്, വീട് കഴിഞ്ഞാൽ അദ്ദേഹം എപ്പോഴും കാണുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ പാടിയിലായിരുന്നു. അല്ലെങ്കിൽ വീടിനേക്കാൾ കൂടുതൽ സമയവും അദ്ദേഹം പാടിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പരിപാടികൾ ഈ പാടിയിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. അതൊക്കെ TV ചാനലുകളിലും അതുപോലെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരുപാട് പരിപാടികളൊക്കെ അദ്ദേഹം ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു വേനലിൽ പോലും നമുക്കിവിടെ വരുമ്പോഴത്തേന് നല്ലൊരു കുളിർമയാണ്, നല്ല മരത്തിൻ്റെ തണലും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു കുളിർമയാണ് നമുക്കിവിടെ വരുമ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം എപ്പോഴും കൂടുതൽ സമയവും ഇവിടെ ചെലവഴിക്കാനുള്ള ആ ഒരു തീരുമാനത്തിന് പിന്നിൽ. കാരണം അത്രയ്ക്കും സുഖകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ നിൽക്കുമ്പോൾ തന്നെ അനുഭവപ്പെടുന്നത്. അതുപോലെ ഈ അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്തെ പോലെ തന്നെ ഈ മരത്തിലൊക്കെ ഇങ്ങനെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഇപ്പോഴും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആ രീതിയിൽ തന്നെ ഇവിടെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് ഇവിടെ ആ ഒരു രീതിയിൽ തന്നെ ചെയ്തു പോരുന്നുണ്ട്. അതും വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് പോലും ഈ ഒരു രീതിയിൽ ഒരു കളർഫുൾ രീതിയിലാണ് ഇവിടുത്തെ ഓരോ മരത്തിൻ്റെ ആ ഒരു തടിയിൽ പോലും അന്ന് അദ്ദേഹം ചെയ്തു പോന്നിരുന്നത്. അതുപോലെ തന്നെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ തുടർന്നു പോരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ കലാഭവൻ മണിച്ചേട്ടൻ നമ്മളെ വിട്ട് വേറെ കഴിഞ്ഞിട്ട് ഇന്നേക്ക് 9 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും മണിച്ചേട്ടൻ്റെ വിയോഗം കേരളത്തിന് ഒരു പീഡാനഷ്ടം തന്നെയാണ്. അത് നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാഴ്ച. ഇപ്പോൾ ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കേരളത്തിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ഇന്ന് ഈ മണിച്ചേട്ടൻ്റെ ജന്മഗൃഹത്തിൽ എത്തിച്ചേരുകയും ഈ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്ത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഇന്ന് കേരളത്തിലെ ഒരു കലാകാരനും കിട്ടാത്ത അത്ര ഒരു എന്താ പറയുക സ്നേഹം മണിച്ചേട്ടൻ നമ്മളിവിടെ ഇല്ലെങ്കിൽ പോലും അതിപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്കറിയാം. മണിച്ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നുമില്ലായ്കയിൽ നിന്ന് വളർന്നു വരികയും ഈ കലാകേരളത്തിൻ്റെ നെറുകയിൽ എത്തിപ്പെടുകയും ആ സമയം തന്നെ താൻ കടന്നു വന്ന വഴികളിലൂടെ പിന്തിരിഞ്ഞ് നോക്കുകയും കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾക്ക് ഇന്നും താങ്ങായി തണലായി നിൽക്കുന്ന നമ്മുടെ മണിച്ചേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞെങ്കിലും നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് ഇതുവരെ അദ്ദേഹം മാഞ്ഞു പോയിട്ടില്ല, അദ്ദേഹം മായത്തുമില്ല. എനിക്കറിയാം, നിസ്സംശയം നമുക്ക് പറയാം, നമ്മളെല്ലാം മരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ മണിച്ചേട്ടൻ നമ്മളിൽ നിന്ന് വിട്ടു പോകുന്നത്. അത്രയ്ക്കും നമ്മൾ ഹൃദയത്തിലൊരിടം മണിച്ചേട്ടൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ 9ാമത്തെ വാർഷികത്തിൽ നമ്മളെല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും മണിച്ചേട്ടൻ്റെ ഈ ഒരു വാർഷിക അനുസ്മരണ സമ്മേളനങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും അത് മുൻപോട്ട് കൊണ്ടുപോകണം. കാരണം ഇങ്ങനൊരു മനുഷ്യൻ ഇവിടെ കേരളത്തിൽ ജീവിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് നാൾക്ക് നാൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് ഇവിടെ ആരോ ഒരാൾ പറയുന്ന കേട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനം അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ ദിവസം അവധി ദിവസമാക്കണമെന്നൊക്കെ. അത്രയ്ക്കും ജനങ്ങൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം നടക്കില്ലാത്തൊരു അല്ലെങ്കിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കുമെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് ജനങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേറ്റിയ മനസ്സിലേറ്റിയ ഒരു ജനക്കൂട്ടമാണ് നമ്മുടെ കേരളത്തിൻ്റെത്.
മണിച്ചേട്ടൻ്റെ ആ ഒരു വിയോഗം നമുക്ക് വളരെയധികം നഷ്ടമാണ്. അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ വിയോഗം ആയിരുന്നു. കേരളത്തിലെ നമ്മളെപ്പോലുള്ള ജനങ്ങൾക്കെല്ലാം തീരെ നഷ്ടമാണ്. അതുകൊണ്ട് ഈ വർഷം കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി സ്നേഹം അറിയിക്കുകയാണ്. നമുക്കറിയാം മണിച്ചേട്ടൻ്റെ കുടുംബം എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഒക്കെ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നത്. പ്രത്യേകിച്ച് മണിച്ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വലിയ നിലയിൽ എത്തിക്കുക എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന സമയത്ത് നടന്നില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണശേഷം അത് സാഫല്യമായിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വർഷം നമ്മളിവിടെ കടന്നു വന്നപ്പോൾ ആ ഒരു സന്തോഷത്തിലൂടെയാണ് കടന്നു വന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതിനൊപ്പം വരുന്ന വർഷം നമ്മളെല്ലാവരും കടന്നു വരണം. ഈ ഒരു മണിച്ചേട്ടൻ എന്ന നാമം നമുക്ക് ഇവിടെ കേരളത്തിൽ നിലനിർത്തണം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ ഒരു നാമം ഇങ്ങനെ മറയാതെ നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി കടന്നു വന്ന എല്ലാവരും, പ്രത്യേകിച്ച് ഈ അമ്മയൊക്കെ നമ്മളൊന്ന് നോക്കി ഗുരുവായൂരിൽ നിന്നാണ് വന്നത്. അപ്പം ഞാൻ അമ്മച്ചി അവിടെ ഞങ്ങൾ പുഷ്പാർച്ചനയ്ക്ക് പോയപ്പോൾ അമ്മച്ചി അവിടെ ഇരിക്കുന്നതാണ്. അപ്പം ഞാൻ ചോദിച്ചു പറഞ്ഞു ഗുരുവായൂരിൽ നിന്നാണ് വന്നത്. വളരെയധികം സന്തോഷം. അപ്പം ഞാൻ അമ്മയുടെ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് മണിയുടെ ആളാണെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട് നമുക്ക്. കാരണം ഈ കൊച്ചു കുട്ടികൾ മുതൽ ഇത്രയും വയസ്സുള്ള അമ്മച്ചി വരെ ഇപ്പം ഇവിടെ വരണമെങ്കിൽ അതൊരു ഇപ്പോഴുള്ള ജനപ്രിയരായിട്ടുള്ള സിനിമാടന്മാരെ പോലും കാണാൻ ഇതുപോലുള്ള ആൾക്കാരില്ല. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് മണിച്ചേട്ടൻ്റെ ആത്മാവ് കൂടിയുള്ള സ്ഥലത്ത് വന്ന് വരാൻ കാണിച്ച മനസ്സിന് ഞങ്ങൾ എന്താ പറയുന്നത് ഇന്ന് കടന്നു വന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് 2-3 പാട്ടുകൾ പാടി ഒന്ന് ഉണർത്തണമെന്ന് മണിച്ചേട്ടൻ്റെ സഹോദരി പുത്രം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടും ഇവിടെ അതിന് പറ്റിയ കലാകാരന്മാരുണ്ട്. 3-4 പാട്ടുകൾ പാടി ഇവിടെ നമ്മൾ തകർക്കും. മണിച്ചേട്ടൻ ഇവിടെ വരണം. ഓക്കെ, അപ്പൊ ആ രീതിക്ക് നമ്മൾ കാര്യങ്ങൾ നടത്തണം. ഓക്കെ. എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിന് ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. മഴയത്തും വെയിലത്തും പോകരുതേ, നീ നാടിന്റെ വെട്ടം കളയരുതേ. നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നിഴലുപോൾ പറ്റി ഞാൻ കൂടെ നടന്നപ്പോൾ, നീ തന്ന കുഞ്ഞു കുറുമ്പുവെട്ടം. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ, എങ്ങോട്ടാണ് തിടുക്കം, നീ തനിച്ചല്ലേ പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ ചന്ദന ചോപ്പുള്ള മിങ്ങാരി പെണ്ണിനെ കണ്ടേ ഞാൻ, മീനെ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മിങ്ങാരി പെണ്ണിനെ കണ്ടേ ഞാൻ. നേരം പോയി വീണും ചെയ്യേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി, നേരം പോയി വീണും ചെയ്യേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. തൊടുത്തൊടുത്തൊരു കല്യാണി, തൊടുത്തൊടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. ചാട്ടുള്ളി തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ. തൊടുത്തൊടുത്തൊരു കല്യാണി, തൊടുത്തൊടുത്തൊരു കല്യാണി, കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. കേൾവി കേട്ടുള്ളൊരു നാട് ചാലക്കുടി നാട്, നാടിന്റെ മണിമുത്തേ നീയേ വീരേ. കേൾവി കേട്ടുള്ളൊരു നാട് ചാലക്കുടി നാട്, നാടിന്റെ മണിമുത്തേ നീയേ വീരേ. നിൻമുഖം കാണുവാൻ
നീയേ വീട് വിളയണ പാടത്ത് കൊത്തി പറക്കണ തത്തേ പുഴയോരത്ത് നീ എന്റെ പൊന്മണി കൂടാരം കണ്ടു എന്റെ ജീവനമുത്തിനെ കണ്ടു ആരിയം നെല്ലു വിളയണ പാടത്ത് കൊത്തി പറക്കണ തത്തേ ചാലക്കുടി പുഴയോരത്ത് നീ എന്റെ പൊന്മണി കൂടാരം കണ്ടു എന്റെ ജീവനമുത്തിനെ കണ്ടു ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ആവില്ല അച്ഛനു മുത്തേ നിന്നെ പിരിഞ്ഞിരിക്കാൻ ചാലക്കുടിക്കാരെ കാണാതിരിക്കുമ്പോ ചങ്കു പിടയ്ക്കണു പൊന്നേ ചാലക്കുടിക്കാരെ കാണാതിരിക്കുമ്പോ ചങ്കു പിടയ്ക്കണു പൊന്നേ എന്റെ ചങ്കു പിടയ്ക്കണു പൊന്നേ ആരിയും നെല്ലു വിളയണ പാടത്ത് കൊത്തി പറക്കണ തത്തേ ചാലക്കുടി പുഴയോരത്ത് നീ എന്റെ പൊന്മണി കൂടാരം കണ്ടു എന്റെ ജീവനമുത്തിനെ കണ്ടു കൂടെ പിറന്ന പെങ്ങന്മാരുടെ കണ്ണു നനക്കല്ലേ ദൈവേ കൂടെ പിറന്ന പെങ്ങന്മാരുടെ കണ്ണു നനക്കല്ലേ ദൈവേ കാണാതിരിക്കുവാനാവില്ല എനിക്കെന്റെ കൂടെ പിറപ്പിന്റെ ആട്ടം കാണാതിരിക്കുവാനാവില്ല എനിക്കെന്റെ കൂടെ പിറപ്പിന്റെ ആട്ടം എന്റെ കൂടെ പിറപ്പിന്റെ ആട്ടം ആരിയം നെല്ലു വിളയണ പാടത്ത് കൊത്തി പറക്കണ തത്തേ ചാലക്കുടി പുഴയോരത്ത് നീ എന്റെ പൊന്മണി കൂടാരം കണ്ടു എന്റെ ജീവനമുത്തിനെ കണ്ടു അങ്ങനെ നമ്മൾ ഈ ചാലക്കുടി പുഴയുടെ തീരത്തെത്തി. ചാലക്കുടി പുഴയോട് തന്നെ തൊട്ടു ചേർന്നാണ് പാടി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഈ ഒരു പുഴയിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് സമയം ചെലവഴിച്ച ഒരു പുഴയാണ്. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകളിലും നമ്മളത് കേട്ടിട്ടുണ്ട്. ഈ പുഴയിൽ നിന്ന് മണ്ണ് വാരി വിറ്റ് അദ്ദേഹത്തിൻ്റെ ഉപജീവനം നടത്തിയ കഥകളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിക്കും പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹത്തിന് പറയാൻ യാതൊരു മടിയുമില്ല. ആ ഒരു താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് എത്തിയ ആ ഒരു നിമിഷത്തിലും അദ്ദേഹത്തിൻ്റെ വന്ന കാലം മറക്കാൻ അദ്ദേഹം ഒരിക്കലും ഒരുക്കമല്ലായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. കാരണം ഉന്നത സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ പലരും വന്ന വഴി മറക്കുന്ന ചരിത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എന്നാൽ കലാഭവൻ മണി എന്ന വ്യക്തി അങ്ങനെയല്ലായിരുന്നു. അദ്ദേഹം വന്ന വഴി ഒരിക്കലും മറന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മണിച്ചേട്ടൻ്റെ പാടിയും ഔട്ട് ഹൗസും വീടും അതുപോലെ സ്മൃതി മണ്ഡപവും കലാഗ്രഹവും അങ്ങനെ എല്ലാം കവർ ചെയ്യാൻ പറ്റി, എല്ലാം നിങ്ങളെ കാണിക്കാൻ പറ്റി. ഇപ്പോഴും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ, നമുക്കിതുവഴിയൊക്കെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അദൃശ്യ സാമീപ്യം നമുക്കൊക്കെ തോന്നും. അദ്ദേഹം എവിടെയോ ഉണ്ട്. സിനിമയുടെ ഇടവേളകളിലൊക്കെ അദ്ദേഹം ഓടി വരുന്ന സ്ഥലമായിരുന്നു ഈ പാടി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മണിച്ചേട്ടൻ്റെ പാടിയിൽ നിന്നും അങ്ങനെ ഞാൻ വിട പറയുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.